നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2.1 കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിച്ച് വിൽ ടുഗദർ വെയ് 1 gram എന്നതാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 1 gram എന്നാൽ 1 × 10⁻³ കിലോഗ്രാം ആണ്. അപ്പം ഇതിൽ എത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ നമുക്ക് കിലോഗ്രാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ 1 × 10⁻³ അല്ലെങ്കിൽ 1 ഗ്രാമിനെ പിടിച്ചിട്ട് ഇലക്ട്രോൺസിൻ്റെ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ എത്ര എണ്ണം അക്കോമഡേറ്റ് ചെയ്യും എന്നത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 1 × 10⁻³ കിലോഗ്രാം എന്നത് 1 ഗ്രാമാണ്. ആ കിലോഗ്രാമിൽ എത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യും? ഇലക്ട്രോണിൻ്റെ വെയിറ്റ് എന്നത് 9.1 × 10⁻³ കിലോഗ്രാം ആണ്. അപ്പം 1/9.1 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 1/9.1 0.109. അപ്പം ആൻസർ ഇങ്ങനെ കിട്ടും. 0.109 ഇൻറ്റു ഇനി 10 പവർ അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ഇവിടെ 10⁻³ ഒരെണ്ണം കിടപ്പുണ്ട്. ഈ 10⁻³ എന്ന് പറയുന്നത് മുകളിൽ പോകുമ്പോൾ 10⁻31 ആവും. ഇത് രണ്ടും കൂടെ കട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 10⁻31 കഴിഞ്ഞാൽ 30, 29, 28, 10⁻28 എന്ന് എഴുതാം. അപ്പം ആൻസർ ഇങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ 1.09 ഇൻറ്റു 10⁻, ഇവിടെ 1.09 ആകുമ്പോഴത്തേക്ക് 10⁻⁻1 വരും. അപ്പോൾ 10⁻28 എന്നത് 10⁻27 ആയിട്ട് മാറും. ഇതാണ് ഒന്നാമത്തെ ഈ പാർട്ടിൻ്റെ ആൻസർ വരിക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. കാൽക്കുലേറ്റ് ദി മാസ് ആൻഡ് ചാർജ് ഓഫ് 1 mole ഓഫ് ഇലക്ട്രോൺസ്. കാൽക്കുലേറ്റ് ദി മാസ് ആൻഡ് ചാർജ് ഓഫ് 1 mole ഓഫ് ഇലക്ട്രോൺസ്. അപ്പം ഇലക്ട്രോണിൻ്റെ ഒരു 1 mole ഓഫ് ഇലക്ട്രോൺ, 1 mole എന്ന വാക്കിൻ്റെ അർത്ഥം അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതാണല്ലോ. അപ്പോൾ കാൽക്കുലേറ്റ് ദി മാസ് ആൻഡ് ചാർജ് ഓഫ് 1 mole ഓഫ് ഇലക്ട്രോൺ. ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ദി മാസ് കണ്ടുപിടിക്കാം. കൺസെപ്റ്റ് ഇത്രയാണ്. അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പം ഒരു പാർട്ടിക്കിൾ എക്സിസ്റ്റ് ചെയ്താൽ എങ്ങനെയാണെന്ന് അറിയാം. അതുപോലെ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്താൽ നമുക്ക് മാസ് കണ്ടുപിടിക്കുന്നതിന് ഒരു ഇലക്ട്രോണിൻ്റെ മാസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അങ്ങനെയല്ലേ കണ്ടുപിടിക്കണത്. അപ്പം മാസ് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ചെയ്യാം. ഇലക്ട്രോണിൻ്റെ വെയിറ്റ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിന് ഇലക്ട്രോണിൻ്റെ വെയിറ്റ് മാത്രം മതി. അങ്ങനെയുള്ള അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായതുകൊണ്ടിട്ടാണ് 1 mole ഉണ്ടായതുകൊണ്ടിട്ടാണ് അവഗാഡ്രോ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം. ഇലക്ട്രോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 9.1 × 10⁻31 കിലോഗ്രാം ആണ്. അതിനെ 6.022 × 10⁻23 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ നിന്നിട്ടൊരു ആൻസർ കിട്ടും. 9 × 6 എത്രയാണ്? 9, 9, 2, 9, 18, 3, 27, 4, 36, 5, 45, 6, 54. ഏകദേശം 54 എത്ര വരും? 54 സംതിങ് വരും. 54.6 അല്ല, 54.6 ഇൻറ്റു പിന്നെ 10 പവർ 54.6 ഇൻറ്റു പിന്നെ 10 പവർ ബാലൻസ് ചെയ്യുക എന്നതാണ്. ഇവിടെ 10⁻31 കിടപ്പുണ്ട്, 10⁻23 കിടപ്പുണ്ട്. ഈ 23ൻ്റെയും 31ൻ്റെ ഡിഫറൻസ് എത്ര? 23 കഴിഞ്ഞാൽ 24, 25, 26, 27, 28, 29, 30, 31. അപ്പം 8 ഡിഫറൻസ്. 10⁻8 ആണ് ഡിഫറൻസ്. മൈനസ് സൈൻ ഇവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. മൈനസ് സൈൻ 10⁻⁻8 ആണ് അതിൻ്റെ മാസ്. 1 mole ഇലക്ട്രോണിൻ്റെ മാസ്. ഇനി മൂന്നാമത്തെ അല്ല, രണ്ടാമത്തെ തന്നെ സബ് പാർട്ട് ഉണ്ട്. കാൽക്കുലേറ്റ് ദി മാസ് ആൻഡ് ചാർജ് ഓഫ് 1 mole ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ചാർജ് ഓഫ് 1 mole ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കാം? ചാർജ് ഓഫ് 1 mole ഓഫ് ഇലക്ട്രോണിൻ്റെ ചാർജ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അങ്ങനെയല്ല ചെയ്യുക. നേരത്തെ ചെയ്തതിൻ്റെ അവിടെ ചാർജ് ആണെന്ന് മാത്രം. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്നത്
1.6 ഇൻറ്റു 10⁻⁻19 കൂളമ്പാണ് അല്ലേ? അപ്പോൾ 1.6 ഇൻറ്റു 10⁻⁻19 കൂളംബ് ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്നതായിരിക്കും അതിൻ്റെ ആൻസർ വരിക. 6 ഇൻറ്റു 1.6 എന്ന് വെച്ചാൽ 6 ഇൻറ്റു 6 6 ആണ്. ഇനി 6 ഇൻറ്റു 1.5 എന്ന് പറയുമ്പോൾ ഏകദേശം 9 വരും. 9.2 മറ്റോ ആയിരിക്കും വരിക. അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് എഴുതുക. 9.2 ഇൻറ്റു 10⁻, ഈ 10 പവർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് 19 23 4 ഡിഫറൻസ്. അപ്പം വലിയ സംഖ്യ ആയതുകൊണ്ട് 10⁻4. നമുക്കടുത്ത സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2.2. കാൽക്കുലേറ്റ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ 1 മോൾ ഓഫ് മീഥെയിൻ. 1 മോൾ ഓഫ് മീഥെയിനിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര പ്രസൻ്റ് ആയിരിക്കും എന്ന് ചോദിച്ചാൽ കാർബണിൽ 6 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, ഹൈഡ്രജനിൽ 1 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള 4 ഇവിടെ ഉണ്ട്. അപ്പം 6 + 4 = 10 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും 1 മോൾ ഓഫ് മീഥെയിനകത്ത്. അതാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ. അടുത്ത് നമുക്ക് സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ടോട്ടൽ നമ്പർ ആൻഡ് ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോൺസ് ഇൻ 7 milligram ഓഫ് C14. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 7 milligram ഓഫ് C14 അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് അല്ല ന്യൂട്രോൺസ്, ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ്, ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോൺസ്, ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോൺസ്. ഇത്രയാണ് കണ്ടുപിടിക്കേണ്ടത് ന്യൂട്രോൺസ്. ദെൻ നമ്മൾ 1 മോളിൽ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണ്. 1 മോൾ മീൻസ് 14 gram C14ൽ എത്ര ന്യൂട്രോൺസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 8 ന്യൂട്രോൺസ് ഉണ്ടായിരിക്കും. ഇവിടെ 1 മോൾ എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് 8 ഇൻറ്റു 6.02 ഇൻറ്റു 10⁻23 ന്യൂട്രോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോൺസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 8 ഇൻറ്റു 6.02 ഇൻറ്റു 10⁻23 ഇൻറ്റു ഒരു ന്യൂട്രോണിൻ്റെ മാസ് 1.67 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം. അത്രയാണ് അതിൻ്റെ ആൻസർ. ഇനി നമുക്ക് 7 milligram ഓഫ് കാർബണിൻ്റെ കേസിൽ പോകാം. 7 milligram 7 ഇൻറ്റു 7 milligram ബൈ അതിനെ നമ്മൾ 1 മോൾ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പം 14 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് 7 milligram ആണെങ്കിൽ 14 ഗ്രാം എന്നത് 14 ഇൻറ്റു 10⁻3 14,000 milligram ആയിരിക്കും അല്ലേ? സിമ്പിൾ ലോജിക്. അപ്പം 7 milligram നമുക്ക് എങ്ങനെ എഴുതാം? 7 milligram ബൈ 14,000 milligram, അതായത് നമ്പർ ഓഫ് മോൾസ്. നമുക്കിതിനെ ശരിക്കും ഗ്രാമിലിട്ട് കൺവേർട്ട് ചെയ്യാം, അതല്ല ഇച്ചിരൂടെ ബെറ്റർ. 7 milligram എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ഗ്രാമാണ്? 7 ഇൻറ്റു 10⁻³ ഗ്രാം അല്ലേ? ഇനി ഇത് 14 ഗ്രാം, അതായത് ഒരു മോള് കിട്ടി. അവിടെ നമുക്ക് എത്ര ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 8 ഉണ്ട്. 8 ഇൻറ്റു 6.02 ഇൻറ്റു 10⁻23 ഉണ്ടെന്ന് പറയാം. അപ്പോൾ അതായിരിക്കും അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. കണ്ടുപിടിക്കാം എത്രയുണ്ടെന്ന്. 7/14 എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 എന്ന് വെച്ചാൽ 0.5 ആണ്. ഇൻറ്റു 10⁻³ ഇൻറ്റു 8 ഇൻറ്റു 6.02 ഇൻറ്റു 10⁻23 ആണ് അവിടെ വരിക. അതായത് 6 8 48, 6 ഇൻറ്റു 8 48 ഇൻറ്റു 0.5 ഇൻറ്റു 10⁻20. ഓക്കെ, 10 പവർ 10⁻10⁻20. അതായത് 48 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ
അതിൻ്റെ ഇരട്ടിയായിരിക്കും. 48 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 48 ആയിരിക്കും. 48 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ അതായത് 48 ഇൻറ്റു 0.5 എന്ന് വെച്ചാൽ 1/2 ആണ്. അപ്പോൾ നമുക്ക് 24 കിട്ടും. 24 ഇൻറ്റു 10⁻20 ആണ് അതിൻ്റെ ആൻസർ. 24 അല്ലെങ്കിൽ 2.4 ഇൻറ്റു 10⁻21 ന്യൂട്രോൺസ് ഉണ്ടായിരിക്കും, ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇനി മാസ് ഓഫ് ന്യൂട്രോൺസ് എന്ന് വെച്ചാൽ അടുത്ത തേർഡ് പാർട്ടാണ്. അതിൻ്റെ ആ ക്വസ്റ്റ്യൻ്റെ തേർഡ് പാർട്ടാണ്. അതായത് 2.4 ഇൻറ്റു 10⁻21 ന്യൂട്രോൺസ് ഉണ്ട്. അതിനെ നമ്മൾ ഒരു ന്യൂട്രോണിൻ്റെ മാസ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. 1.67 ഇൻറ്റു 10⁻⁻27 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് 2.4 നോക്കാം. 2.4 ഇൻറ്റു 1.67 എന്ന് പറയുന്നത് 2.4 ഇൻറ്റു 1.67 എന്ന് പറയുന്നത് 4.0 ആണ്. 00 ആണ്. 10 പവർ ബാലൻസ് ചെയ്യുമ്പോഴത്തേക്ക് 21ഉം 27ഉം ആണ് വ്യത്യാസം. 22, 23, 24, 25, 26, 27 6 ആണ് വ്യത്യാസമുള്ളത്. അപ്പം മൈനസ് ഇതായത് 10⁻⁻6 കൊടുക്കാം. 10⁻⁻6 കിലോഗ്രാം ആയിരിക്കും അതിൻ്റെ വെയിറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് 2.2ൻ്റെ തേർഡ് പോർഷൻ നോക്കാം. സെയിം പാറ്റേൺ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ. അപ്പം നിങ്ങൾക്ക് സെക്കൻഡ് ഡിസ്കസ് ചെയ്തിട്ട് തേർഡ് അതേപോലെ ചെയ്യാവുന്നതാണ്. ഞാനിതിൻ്റെ സ്റ്റെപ്പ് മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ, നമുക്ക് സമയം പരിതാപകരമായതുകൊണ്ടിട്ട്. ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ആൻഡ് ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺസ് ഇൻ 34 മില്ലിഗ്രാം NH3 ആണ് തന്നിരിക്കുന്നത്. അറ്റ് STP എന്ന് തന്നിട്ടുണ്ട്. അതായത് അറ്റ് STP തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺസ് എന്നതാണ്. ഓക്കെ, നമുക്കിതിനെ ഒരു മോളിലെടുത്ത് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഒരു മോളെന്ന് പറഞ്ഞാൽ 17 ഗ്രാം ആണ്. NH2 അല്ല, NH3 അല്ലേ? NH3 എന്നല്ലേ? ഓക്കെ, 1 മോൾ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. 17 ഗ്രാം NH3 പറയുന്നത് അവിടെ എത്ര പ്രോട്ടോൺസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നൈട്രജനിൽ 7, ഹൈഡ്രജനിൽ 3, 10 പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും. അത് 1 മോളാണ്. അതുകൊണ്ട് തന്നെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 34 മില്ലിഗ്രാമിൽ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 34 മില്ലിഗ്രാമിനെ നമുക്ക് 34 മില്ലിഗ്രാമിൽ നമ്മൾ അതിനെ 17 ഗ്രാം കൊണ്ട് ഡിവൈഡ് ചെയ്തു. 34 മില്ലിഗ്രാമിനെ ഗ്രാം ആക്കാൻ വേണ്ടിയിട്ട് 10⁻⁻3 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇൻറ്റു 10 ഇൻറ്റു NA ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കിട്ടും. ദെൻ ഗീവ്സ് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. Then to find total mass of proton, say this is X, then X into 1 mass of proton. ഒരു പ്രോട്ടോണിൻ്റെ മാസ് ഉണ്ട്, അത് 1.6 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺ കിട്ടും. സേ എക്സ് എന്നാണ്. ഇതിൽ മുമ്പിലത്തെ ക്വസ്റ്റ്യൻ്റെ സെയിം പാറ്റേൺ ആണിത്. അതൊന്നുകൂടെ ഡിസ്കസ് ചെയ്താൽ ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, തേർഡ് പാർട്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വിൽ ദി ആൻസർ ചേഞ്ച് ഇഫ് ദി ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ ചേഞ്ച്ഡ്? ടെമ്പറേച്ചറോ പ്രഷറോ ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരിക്കലും ഈ വാല്യൂസ് ചേഞ്ച് ആവത്തില്ല. ദാറ്റ് ഇൻഡിപെൻഡൻ്റ്ലി അഫക്റ്റ് എന്നതാണ് ആൻസർ. ദെൻ നമുക്ക് 2.3 ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഹൗ മെനി ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആർ ഇൻ ദി ഫോളോയിങ് ന്യൂക്ലിയർ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. C613 തന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് അതിൻ്റെ മാസ് നമ്പറാണ്, ഇത് അറ്റോമിക് നമ്പറാണ്. അപ്പോൾ ഇതിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ടെന്ന് ചോദിച്ചാൽ പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു 6. ഇനി ന്യൂട്രോൺസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ, ന്യൂട്രോൺസ് എല്ലാം എടുത്ത് കണ്ടുപിടിക്കണ്ടേ, ന്യൂട്രോൺസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 13 മൈനസ് 6, മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. 13 മൈനസ് 6 ഇസ് ഈക്വൽ ടു 7 നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതുപോലെ ഓക്സിജൻ 816 ആണ്. മാസ് ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് 8 ആണ്. മാസ് ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നതും 8 ആണ്. 16 മൈനസ് 8 8 ആണ്. അടുത്ത മഗ്നീഷ്യം 1224. മഗ്നീഷ്യം 1224. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 12 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് 24 minus 12 is equal to 12. Then iron 2656. Iron 2656. ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്നത് 26 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്നത് 56 മൈനസ് 26, അഥവാ 56ൽ നിന്നിട്ട് 26 കുറച്ചാൽ 30 അല്ലേ. 56 കഴിഞ്ഞാൽ 46, 36, പിന്നെ 26 അല്ലേ പറയുന്നുണ്ട്. അപ്പം 30 30. അപ്പം ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ സ്ട്രോൺഷ്യം 88 38. സ്ട്രോൺഷ്യം 88 38. അപ്പോൾ അവിടുത്തെ പ്രോട്ടോൺസ് എന്നത് 38 ആണ്. ന്യൂട്രോൺസ് എന്നത് 88 മൈനസ് 38 ആണ്. 88 മൈനസ് 38. 8 8 പോയി 0, 8 3 പോയാൽ 5, 50 ആണ്. അപ്പോൾ ഇത്രയാണ് 2.3ൻ്റെ ആൻസർ വരിക. ദെൻ നമ്മൾ 2.4ലേക്ക് പോകണു. റൈറ്റ് ദി കംപ്ലീറ്റ് സിമ്പിൾ ഫോർ ദി ആറ്റം വിത്ത് ദി ഗിവൺ അറ്റോമിക് നമ്പർ Z ആൻഡ് അറ്റോമിക് മാസ് A. അപ്പം Z17 വരുന്ന ആൾ ആരാണ്? Z17 എന്ന് പറയുമ്പം ക്ലോറിൻ, ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം. അപ്പം ആർഗണാണ്. ആർഗൺ 17 അല്ല, സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫർ, സൾഫർ, ക്ലോറിനാണ് 17. അപ്പം നമുക്കിങ്ങനെ എഴുതാം, ക്ലോറിൻ 17 35. ഓക്കെ. അടുത്ത അതിൻ്റെ പാർട്ട് സെക്കൻഡ് Z92A2. അപ്പം 92 വരുന്ന എലമെൻ്റ് ഏതാണ്? യുറേനിയം, U ആണ്. അപ്പം 92 to 33 എന്ന് എഴുതാം. അടുത്ത Z is equal to 4. ഹൈഡ്രജൻ, ഹീലിയം, ബെറിലിയം ആണ് ആൻസർ, BE. ബെറിലിയം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ 4 9. ദിസ് ഈസ് ദി എക്സാക്ട് representation. This is the atomic number or total number of protons, and this is the mass number. നമുക്കടുത്ത 2.5 എന്ന ക്വസ്റ്റിലേക്ക് പോകാം. 2.5 എന്ന ക്വസ്റ്റിലേക്ക് പോകാം. യെല്ലോ ലൈറ്റ് എമിറ്റഡ് ഫ്രം സോഡിയം വേപ്പർ ലാമ്പ്. സോഡിയം ലാമ്പ് ഹാസ് എ വേവ് ലെങ്ത് ലാംഡ തന്നിട്ടുണ്ട് 580 നാനോമീറ്റർ. കാൽക്കുലേറ്റ് ദി ഫ്രീക്വൻസി ആൻഡ് വേവ് നമ്പർ. ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ന്യൂ is equal to C by ലാംഡ എന്നതാണ് ഇക്വേഷൻ, അല്ലെങ്കിൽ C is equal to ന്യൂ ലാംഡ എന്നതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പം ന്യൂ ആണ്, ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. സി എന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ലാംഡ എന്നത് തന്നിട്ടുണ്ട് 580 നാനോമീറ്റർ. 580 നാനോമീറ്റർ. നാനോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 10⁻⁻⁹. അപ്പം ഈ ഒരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇച്ചിരൂടെ സിംപ്ലിഫൈ ചെയ്യാം. 3 × 10⁸ by 5.8 × 10⁻² ആണ്. അപ്പോൾ 10⁻²ഉം 10⁻⁻⁹ കൂടെ ബാലൻസ് ചെയ്യുമ്പോൾ 10⁻⁻⁷.
ഇനി നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാം. ഈ കാൽക്കുലേറ്റർ സെക്കൻഡ് 3/5.8 0.517 കിട്ടി. 0.517 എന്ന് കിട്ടി ഇൻറ്റു 10⁻7 മുകളിലേക്ക് പോവും. അപ്പം 10⁻+7 ആവും. 8ഉം 7ഉം 15 10⁻15 വരും. അല്ലെങ്കിൽ 5.17 ഇൻറ്റു 10⁻14 എന്ന് നമുക്ക് എഴുതാം. 14 ഹെഡ്സ് ആണ് യൂണിറ്റ്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്നത് ഫൈൻഡ് ദി വേവ് നമ്പർ ന്യൂ ബാർ ഓഫ് യെല്ലോ ലൈറ്റ്. ന്യൂ ബാർ ഇസ് ഈക്വൽ ടു, എൻ്റെ ബി പാർട്ട് ഇങ്ങനെയാണ്, ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1/λ എന്നതാണ്. നമുക്ക് ലാംഡ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 580 നാനോമീറ്റർ. അപ്പം 10⁻⁻9 ചെയ്താൽ മതി. അപ്പം 1/5.8 എത്ര? 1/5.8 0.172 ആണ്. നമുക്കിതിനെ എഴുതാം 1/5.8 ഇൻറ്റു 10⁻⁻7 എന്ന് എഴുതാം. അപ്പം 1/5.8 എന്ന് പറയുന്നത് 0.172 ആണ്. 0.172 ഇൻറ്റു 10⁻7 ആണ് ആൻസർ. അല്ലെങ്കിൽ 1.72 ഇൻറ്റു 10⁻6. യൂണിറ്റ് മീറ്റർ ഇൻവേഴ്സ്. അടുത്ത നമുക്ക് 2.6 പോകാം. ക്വസ്റ്റ്യൻ 2.6. ഫൈൻഡ് എനർജി ഓഫ് ഈച്ച് ഓഫ് ദി ഫോട്ടോൺ വിച്ച് കറസ്പോണ്ടിങ് ടു ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി. എ പാർട്ടിൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എന്നത് ന്യൂ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁻15 ഹെഡ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ന്യൂ തന്നിട്ടുണ്ട്. അപ്പം എനർജി കണ്ടുപിടിക്കണം. ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. അപ്പം എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. 6.626 ഇൻറ്റു 10⁻, എത്ര തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ 10⁻⁻34. 10⁻⁻34 ഇൻറ്റു ന്യൂ ഇൻറ്റു ഫ്രീക്വൻസി 3 ഇൻറ്റു 10⁻15. ഇതൊക്കെ മനസ്സിലാക്കാം. 6.6 ഇൻറ്റു 3 എത്ര? 6.6 ഇൻറ്റു 3 19.8 ഇൻറ്റു 10⁻, ഇവിടെ 34 ആണ്, 15 ആണ്, 15 15 30 ആണ്, 34 ആണ്, 15 4 19 ആണ്, 10⁻⁻19 ആണ് അതിൻ്റെ ആൻസർ. അത്രയും ജൂൾ ആയിരിക്കും അതിൻ്റെ ആൻസർ. അടുത്ത നമുക്ക് അതിൻ്റെ ബി പാർട്ടിലേക്ക് പോകാം. ബി പാർട്ട് എന്തായിരുന്നു 2.6ൻ്റെ ക്വസ്റ്റ്യൻ? വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 0.50 ആംസ്ട്രോം. അപ്പോൾ ആംസ്ട്രോം അവിടെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 0.50 ആംസ്ട്രോം. അവിടുത്തെ എനർജി കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നാണ്, അല്ലെങ്കിൽ എച്ച് ഇൻറ്റു ന്യൂ ഈസ് ഈക്വൽ ടു C/λ എന്നാണ്. അപ്പം എച്ച് ഈസ് ഈക്വൽ ടു 6.626 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു സി എന്ന് പറയുന്ന വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. 3 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബൈ ഇവിടെ തന്നിട്ടുള്ള ലാംഡ 0.50 ആംസ്ട്രോം ആണ്. 0.50 ഇൻറ്റു 10⁻10 ആണ്. അപ്പം ഇത് നമുക്ക് ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടും നമുക്ക് നോക്കാം. 6.6 ഇൻറ്റു 3 കുറച്ച് മുമ്പേ ചെയ്തപ്പോഴത്തേക്ക് 6.6 ഇൻറ്റു 3 19.8 ആണ്. 19.8 ബൈ 0.50 അത്രയാണ് വരിക. 19.8 ബൈ 0.50
9.9 വരും. ഇങ്ങോട്ടങ്ങ് എഴുതാം. 9.9 വരും ഇൻറ്റു 10⁻². ഇനി 10 പവർ നോക്കാം. 10⁻8 കിടപ്പുണ്ട്. 10⁻−34 കിടപ്പുണ്ട്, നമുക്ക് ആവശ്യമില്ല. ഇൻറ്റു 10⁻−10 എന്ന് പറയുന്നത് മുകളിൽ പോകുമ്പോൾ 10⁻10 ആവും. ഇതിലൂടെ ക്യാൻസൽ ചെയ്താൽ 10⁻−24, ഇതിലൂടെ ക്യാൻസൽ ചെയ്താൽ 10⁻−16, 10⁻−16 ജൂളാണ്. അപ്പോൾ ആൻസർ 9.9 ഇൻറ്റു 10⁻−16 ജൂളായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 2.7 പോകുന്നു. കാൽക്കുലേറ്റ് ദി വേവ് ലെങ്ത്, ഫ്രീക്വൻസി ആൻഡ് വേവ് നമ്പർ ഓഫ് ലൈറ്റ് വേവ് ഹൂസ് പീരീഡ് ഈസ് 2 ഇൻറ്റു 10⁻−10 സെക്കൻഡ്. ഇവിടെ നമുക്ക് പീരീഡാണ് തന്നിരിക്കുന്നത്. ആ പീരീഡിൽ നിന്ന് ആദ്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ന്യൂ അഥവാ ഫ്രീക്വൻസി എന്താണെന്നാണ്. ഫ്രീക്വൻസി എന്നത് 1/പീരീഡ് എന്നതാണ്. അതിൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. പ്രത്യേകിച്ച് ഓക്കെ, ആ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. അപ്പം ന്യൂ അഥവാ ഫ്രീക്വൻസി എന്നാൽ 1/പീരീഡ് എന്നാണ്. അപ്പം പീരീഡിനെ 1/പീരീഡ് ചെയ്താൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടും 1/2 ഇൻറ്റു 10⁻−10 സെക്കൻഡ് ചെയ്യുക. അപ്പം ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 10⁻9 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടിട്ടാണ് അങ്ങ് എഴുതി വെച്ചേക്കുന്നത്, വലിയ പാടുള്ളതൊന്നുമല്ല. അടുത്ത കണ്ടുപിടിക്കുന്നത് വേവ് ലെങ്ത് ആണ്. ലാംഡ ഇസ് ഈക്വൽ ടു c/ന്യൂ എന്നതാണ് ഇക്വേഷൻ. ന്യൂ ഇസ് ഈക്വൽ ടു c/ലാംഡ. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെയാണ് പഠിച്ചു വെക്കാമെന്ന് ചോദിച്ചാൽ c ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന ഇക്വേഷൻ, അതിൻ്റെ ഒരു വകഭേദമാണ് ലാംഡ ഇസ് ഈക്വൽ ടു c/ന്യൂ. അപ്പോൾ c അറിയാം, വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ന്യൂ എന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചു 5 ഇൻറ്റു 10⁻9. അപ്പം 3/5 ഇൻറ്റു 3/5 എന്ന് പറയുന്നത് 0.6 ആണ്. 10 പവർ 9 മുകളിലേക്ക് 10⁻9 മുകളിലോട്ട് പോകുമ്പോൾ 10⁻−9 ആവും, 10⁻−1 ആവും. എങ്ങനെയാണ് 3/5 എന്ന് പറയുന്നത് 0.6 ആണ് ഇൻറ്റു 10⁻8 ഇൻറ്റു 10⁻−9 എന്ന് പറയുമ്പോൾ 0.6 ഇൻറ്റു 10⁻−1 അല്ലെങ്കിൽ 6 ഇൻറ്റു 10⁻−2 മീറ്റർ എന്ന് കിട്ടും. അടുത്ത ന്യൂ ബാർ ആണ് കണ്ടുപിടിക്കുന്നത്. ന്യൂ ബാർ എന്ന് വെച്ചാൽ 1/λ. ഇതും ഇക്വേഷൻ പഠിച്ചു വെക്കാം. 1/λ നമുക്ക് കിട്ടി 6 ഇൻറ്റു 10⁻−2 മീറ്റർ. 1/6 എന്ന് പറയുന്നത് 0.166 ആണ് ഇൻറ്റു 10⁻2 ആണ്. ഈ 10⁻−2 മുകളിൽ പോയിട്ടാണ് 10⁻2 ആയത്. അതായത് 16.6 മീറ്റർ ആണ്. ഇതിനെ 10⁻2 എന്ന് വെച്ചാൽ ഇതിനെ 100 ഇൻറ്റു ചെയ്യുക എന്നാണ്. 2 പോയിന്റ് മാറ്റി പോയിന്റ് പ്ലേസ് ചെയ്യുക. 16.6 മീറ്റർ ആൻസർ കിട്ടും. ഇതാണ് ക്വസ്റ്റ്യൻ 2.7 എക്സ്പ്ലനേഷൻ. അടുത്തതായിട്ട് നമുക്ക് 2.8 ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2.8 വാട്ട് ഈസ് ദി നമ്പർ ഓഫ് ഫോട്ടോൺസ് ഓഫ് ലൈറ്റ് വിത്ത് വേവ് ലെങ്ത് 4000 പൈക്കോമീറ്റർ ദാറ്റ് പ്രൊവൈഡ് 1 ജൂൾ ഓഫ് എനർജി. ഇവിടെ നമുക്ക് ലാംഡ തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, എനർജി തന്നിട്ടുണ്ട്, ഇ തന്നിട്ടുണ്ട്. ഇയും ലാംഡയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നതാണ്. ഇ ഈസ് ഈക്വൽ ടു എൻ എച്ച് ന്യൂ എന്ന് പറയാം. എച്ച് ന്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടൈസേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് എന്നൊക്കെ പറയാം. എൻ എച്ച് ന്യൂ എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് പാക്കറ്റ് എന്ന് പറയുന്ന പേരാണ് അല്ലേ? അങ്ങനെയല്ലേ പഠിക്കണത്. അപ്പോൾ എൻ എച്ച് ന്യൂ എന്ന് വിളിക്കാം. ഇനി ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ ആണ് ഫോട്ടോൺസ്, ഇവിടെ കണ്ടുപിടിക്കുന്ന ഫോട്ടോൺസ് ആണ്. എച്ച് ഇൻറ്റു ന്യൂ ഈസ് ഈക്വൽ ടു c/λ. അതായത് ഇവിടെ എൻ ഇവിടെ വെക്കുകയാണെങ്കിൽ ഇ ഇൻറ്റു ലാംഡ ബൈ എച്ച് ഇൻറ്റു സി ഈക്വൽ ടു എൻ. ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദി നമ്പർ ഓഫ് ഫോട്ടോൺസ് ഓഫ് ലൈറ്റ് വിത്ത് വേവ് ലെങ്ത് 4000 പൈക്കോമീറ്റർ ദാറ്റ് പ്രൊവൈഡ് 1 ജൂൾ ഓഫ് എനർജി. എനർജി എല്ലാം തന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാല്യൂ ഓഫ് എൻ ആണ്, നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ്. എനർജി തന്നിട്ടുണ്ട് 1 ജൂളാണ്, നമുക്കിതിൽ അപ്ലൈ ചെയ്യാം. എനർജി 1 ജൂളാണ് തന്നിരിക്കുന്നത്, ജെ ആണിത്. ലാംഡ തന്നിരിക്കുന്നത് 4000 പൈക്കോമീറ്റർ ആണ്. 4000 ഇൻറ്റു പൈക്കോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻12 മീറ്റർ ആണ്.
പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് പറയുന്നത് 6.626 ഇൻറ്റു 10⁻⁻34 ആണ്. ഇൻറ്റു വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. ഇത്രയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 2 × 10⁻16 എന്നൊരു നമ്പർ കിട്ടും. 2 × 10⁻16 n ആണ് നമുക്ക് കിട്ടുന്നത്. n = അതായത് നമ്പർ ഓഫ് ഫോട്ടോൺസിൻ്റെ എണ്ണം 2 × 10⁻16 ഫോട്ടോൺസ്. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ 2.9 ഡിസ്കസ് ചെയ്യാം. എ ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത്, ഫോട്ടോണിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ലാംഡ, വേവ് ലെങ്ത് ലാംഡ 4 × 10⁻⁻7 സ്ട്രൈക്ക് ഓൺ മെറ്റൽ സർഫസ്. ദി വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി മെറ്റൽ h0 തന്നിട്ടുണ്ട്. h0 തന്നിട്ടുണ്ട് 2.13 ഇലക്ട്രോൺ വോൾട്ട്. കാൽക്കുലേറ്റ് ദി എനർജി ഓഫ് ദി ഫോട്ടോൺ. സെക്കൻഡ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി എമിഷൻ. ആൻഡ് തേർഡ് ദി വെലോസിറ്റി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ. അപ്പോൾ നമുക്കറിയാം ഫോട്ടോൺ ഓഫ് വേവ് ലെങ്ത് 4 × 10⁻⁻7 strikes on metal surface, the work function of the metal being 2.13 electron volt. Calculate the energy of the photon. എനർജിക്കുള്ള ഒരേ ഒരു ഇക്വേഷൻ നമുക്കറിയാം, E = hν എന്നതാണ്. അപ്പം E = hν. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഒന്നാമത്തേന് ആൻസർ 1. എനർജി ഓഫ് ദി ഫോട്ടോൺ എന്ന് പറയുന്നത് E = hν ആണ്. h × c/λ. നമുക്ക് ലാംഡ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ മാറ്റിയത്. E = h × c/λ. E = 6.6 × 10⁻34 × 3 × 10⁸ വെലോസിറ്റി ഓഫ് ലൈറ്റ് c ബൈ ലാംഡ 4 × 10⁻7. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4 × 10⁻7 മീറ്റർ. 4 × 10⁻7. Then we got answer 4.9695 × 10⁻19 joule is the answer. Answer 1 is here. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻസർ കിട്ടി. 2.9 ദി എനർജി ഓഫ് ദി ഫോട്ടോൺ എന്നത് കിട്ടി. അടുത്ത നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് എമിഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻ പ്രകാരം കൈനറ്റിക് എനർജി ½mv² = hν - hν0 ആണ്. അതിൽ hν നമുക്ക് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി നമുക്കറിയാവുന്നത് hν0 ആണ്. hν0 എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് ദി എമിഷൻ കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജി ഓഫ് ദി എമിഷൻ, കൈനറ്റിക് എനർജി hν - hν0 ആണ്. എനർജിയും വർക്ക് ഫംഗ്ഷനുമാണ്. hν എന്ന് വെച്ചാൽ എനർജി, hν0 എന്ന് വെച്ചാൽ വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ട്. എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇലക്ട്രോൺ വോൾട്ടിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇലക്ട്രോൺ വോൾട്ടിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജൂളിൽ കിട്ടിയ ഈ ആൻസറിനെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1.6 × 10⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാണ്. അപ്പോൾ നമുക്ക് എനർജി മൈനസ് വർക്ക് ഫംഗ്ഷൻ hν - hν0 ഇങ്ങനെ എഴുതാം. 4.9695 × 10⁻19 ബൈ 1.6020 × 10⁻19. അതായത് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൈനസ് വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ is given in our question 2.13 electron volt. Then we got answer 0.9790 electron volt. That is 0.97 electron volt. That is the kinetic energy of the emission. Then നമുക്ക് തേർഡ് പാർട്ട് നോക്കാം. The velocity of the electron. വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ½ mv² = hν - hν0. This is the equation. ½ mv² = hν - hν0. From this v² = 2 × hν - hν0 by m. v is equal to √2 × hν - hν0 by m. We have all values. √2 × hν 0.9720 into hν0 1.602 into 10⁻19 അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് ആൻസർ 3 ½ mv² = hν - hν0. അതിൽ നിന്നും v² = 2 × hν - hν0 by m. v is equal to √2 × hν - hν0 by m. This is the equation.
ആൻഡ് വി അപ്ലൈ. നമ്മൾ ജൂളിലേക്കാണ് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ വാല്യൂ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ 2 ഇൻറ്റു HNU മൈനസ് HNU0 ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ജൂളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, നേരത്തെ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ 1.6 ഇൻറ്റു 10⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അപ്പോൾ അതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒന്ന് ഇൻറ്റു ചെയ്യുക 1.6 ഇൻറ്റു 10⁻⁻19. അപ്പം ജൂളിലേക്ക് മാറ്റി 2 ഇൻറ്റു 0.97 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം മാസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും 5.84 ഇൻറ്റു 10⁻5 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഇസ് ദി ആൻസർ. അടുത്ത നമ്മൾ 10th ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് 242 നാനോമീറ്റർ ഈസ് ജസ്റ്റ് സഫീഷ്യൻറ്റ് ടു അയണൈസ് ദി സോഡിയം ആറ്റം. ഇത്രയും നാനോമീറ്റർ വേവ് ലെങ്ത് ആണ് സോഡിയം ആറ്റത്തിന് അയണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഫീഷ്യൻ്റ് ആയിട്ടുള്ളത്. കാൽക്കുലേറ്റ് ദി അയണൈസേഷൻ എനർജി ഓഫ് സോഡിയം ഇൻ കിലോ ജൂൾ പെർ മോൾ. നമുക്കറിയാവുന്ന ഒരു റിലേഷൻ എന്നത് എനർജീൻ്റെ റിലേഷനാണ്. എനർജി ഈസ് ഈക്വൽ ടു HNU എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷൻ. ഇനി എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ള അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ അയണൈസേഷൻ എനർജിയാണ് കാണേണ്ടത്. അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് അവഗോഡ്രോ നമ്പർ ഇൻറ്റു എനർജി എന്നൊരു റിലേഷനാണ്. മീൻസ് അയണൈസേഷൻ എനർജി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഇങ്ങനെ പോകും. 10th ക്വസ്റ്റ്യൻ. അയണൈസേഷൻ എനർജി ഓഫ് സോഡിയം എന്ന് പറയുന്നത് എനർജി ഇൻറ്റു അവഗാഡ്രോ നമ്പർ എന്നാണ്. അതായത് HNU ഇൻറ്റു അവഗാഡ്രോ നമ്പർ. HNU തന്നിട്ടില്ല. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നേക്കുന്നതെന്ന് ചോദിച്ചാൽ ലാംഡ 242 നാനോമീറ്റർ H ഇൻറ്റു C ബൈ ലാംഡ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. എന്നിട്ട് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് 6.626 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 ഇൻറ്റു 10⁻8 മീറ്റർ പെർ സെക്കൻഡ്. അവഗാഡ്രോ നമ്പർ 6.02 ഇൻറ്റു 10⁻23. ലാംഡ എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 242 നാനോമീറ്റർ. 242 ഇൻറ്റു നാനോമീറ്റർ 10⁻⁻9 മീറ്റർ. ഈ കാൽക്കുലേഷൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 494 കിലോ ജൂൾ പെർ മോൾ എന്നതാണ്.